പാവപ്പെട്ടവരോട് പക്ഷം ചേരുക, പാപികളോട് കരുണ കാണിക്കുക, ഈ യേശുവിൻ്റെ മനോഭാവം ഉൾക്കൊണ്ട് കഴിയുമ്പോഴാണ് അനദർ ക്രൈസ്റ്റ് ആകാൻ, ചൂടുള്ള AC ആകാൻ സാധിക്കുക. അതുപോലെ തന്നെ യേശുവിൻ്റെ പ്രവർത്തന ശൈലി, പകലന്തിയോളം പണിയെടുക്കുന്ന യേശുവിൻ്റെ പ്രവർത്തന ശൈലി, വിശ്രമമില്ല, ഓടി നടക്കാണ് ഗ്രാമങ്ങൾ തോറും, അവശരെ സഹായിച്ചുകൊണ്ട്, രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ട് ഓടി നടക്കുന്ന യേശു, പകലന്തിയോളം പണിയെടുക്കുന്ന യേശുവിൻ്റെ പ്രവർത്തന ശൈലി, പ്രാർത്ഥനാനിരതനായിരിക്കുന്ന യേശുവിൻ്റെ പ്രവർത്തന ശൈലി. ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു. പകലിൻ്റെ അധ്വാനം എല്ലാം കഴിഞ്ഞാൽ രാത്രി പോയി അനേക സമയം പ്രാർത്ഥിക്കുന്ന യേശു. ആ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ പ്രവർത്തന ശൈലി, പകലന്തിയോളം പണിയെടുക്കുന്ന യേശുവിൻ്റെ പ്രവർത്തന ശൈലി, അതോടൊപ്പം പരിശുദ്ധിയോടെ ജീവിക്കുന്ന യേശുവിൻ്റെ പ്രവർത്തന ശൈലി. നമുക്കറിയാം, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വൈദിക വസ്ത്രമൊക്കെ കൊടുക്കും. നിങ്ങൾക്കറിയാം, ഈ ലോഹയുടെ മുകളിലിട്ടിരിക്കുന്ന കൊത്തീന പുതിയ മനുഷ്യനെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ ധരിച്ചിരിക്കുന്ന ഊറാറ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. അരക്കെട്ട് സൂനാറ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്, ശുദ്ധതയെ സൂചിപ്പിക്കുന്നതാണ്. ഈ കാപ്പ നീതിയെ സൂചിപ്പിക്കുന്ന വസ്ത്രമാണ്. ഇതൊക്കെ ധരിക്കുമ്പോൾ ക്രിസ്തുവിനെ ധരിക്കുന്നതിന് സിമ്പിളാണ് ഇതൊക്കെ. ഇത് ധരിച്ചുകൊണ്ട് മാത്രമായില്ല. ജീവിതത്തിൽ യേശുവിൻ്റെ ഈ പ്രവർത്തന ശൈലി, പരിശുദ്ധിയോടെ ജീവിക്കുന്ന, പ്രാർത്ഥനാനിരതനായി ജീവിക്കുന്ന, പകലന്തിയോളം പണിയെടുക്കുന്ന, പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്ന, പാപികളോട് കരുണ കാണിക്കുന്ന ആ യേശുവിൻ്റെ മനോഭാവവും പ്രവർത്തന ശൈലിയും സ്വന്തമാക്കുമ്പോഴാണ് ഞാൻ ചൂടുള്ള AC ആയി മാറുക, അനദർ ക്രൈസ്റ്റായിട്ട് മാറുക, ആൾട്ടർ ക്രിസ്തുസ്.